ഹായ്, വെൽക്കം ടു ആൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 13-12-2024 മുതൽ 15-12-2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്താ നോക്കാം. പ്രോസസ് ഫോർ റിമൂവൽ ഓഫ് രാജ്യസഭാ ചെയർപേഴ്സൺ. നമുക്കറിയാം, ഈ രാജ്യസഭാ ചെയർപേഴ്സൺ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എന്നൊക്കെ വിളിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെ? അപ്പൊ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം പേരുകളിൽ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും, അല്ലെ? രാജ്യസഭാ ചെയർമാൻ എന്നുള്ള പേരിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇനി ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? ഓപ്പോസിഷൻ ഹാസ് മൂവ്ഡ് എ മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് അഗെയിൻസ്റ്റ് രാജ്യസഭാ ചെയർപേഴ്സൺ. അതായത് രാജ്യസഭാ ചെയർപേഴ്സണെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നോ കോൺഫിഡൻസ് മോഷൻ അഥവാ അവിശ്വാസ പ്രമേയം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഓപ്പോസിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 64 പ്രകാരം വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത്? അതായത് ഇപ്പോ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യാണെന്ന് വെക്കുക. ഈ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഒരു റെസല്യൂഷൻ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. ഓക്കെ, ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസല്യൂഷൻ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? പക്ഷെ ശ്രദ്ധിക്കുക, ഇനിയിപ്പോ ചിലപ്പോൾ ചോദിക്കാം, ഈ റെസല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിക്വസ്റ്റ്. അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? റെസല്യൂഷൻ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെസല്യൂഷൻ എന്ത് ചെയ്യണം, അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒരു നോട്ടീസ് പീരീഡ് കൊടുക്കും. അതായത് ഒരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആർക്ക് കൊടുക്കും? ഈ രാജ്യസഭ ചെയർമാൻ കൊടുക്കും. ഇനി ഈ 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തിൻ 40 ഡേയ്സ് ഇദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റെസിഗ്നേഷൻ സമർപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ വൈസ് പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ സമർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വൈസ് പ്രസിഡന്റ് എപ്പോഴും റെസിഗ്നേഷൻ സമർപ്പിക്കുന്ന ആൾക്കായിരിക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കായിരിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റ് റെസിഗ്നേഷൻ സമർപ്പിക്കുന്ന ആൾക്കായിരിക്കും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്? എങ്ങനെയാണ്? ആസ് പെർ ആർട്ടിക്കിൾ 67 ക്ലോസ് ബി, വൈസ് പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ രാജ്യസഭ വിത്ത് എ മെജോറിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് എഗ്രീഡ് ബൈ ദ ലോക്സഭ വിത്ത് എ സിമ്പിൾ മെജോറിറ്റി. അതായത് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോകസഭയിലും ഇത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാവണം എന്നാ പറയാം. ഓക്കെ, എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിക്കുക, സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ്. ഓക്കെ, പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 50% ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാജ്യസഭ നമ്മൾ എക്സാമ്പിൾ എടുക്കുക. രാജ്യസഭയിൽ ടോട്ടൽ 245 പേരാണ് ഉള്ളത്. അതിലൊരു 25 പേര് ആബ്സെന്റ് ആണെന്ന് നോക്കിയാൽ ബാക്കി എത്ര പേരുണ്ട്? 220 പേരുണ്ട്. അതിൽ 20 പേര് വോട്ട് ചെയ്യുന്നില്ല നോക്കിയാൽ ബാക്കി എത്ര പേരുണ്ട്? 200 പേരുണ്ട്. 200 പേര് വോട്ട് ചെയ്യുമ്പോൾ 200ന്റെ പകുതിയിലധികം വോട്ട് കിട്ടണം, 101+. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? സിമ്പിൾ മെജോറിറ്റി. ആ സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം? ഇത് പാസ്സാക്കണം എന്നാ പറയാം. പക്ഷെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ഒരിക്കലും പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് പോലെയല്ല ആരെയെ റിമൂവ് ചെയ്യുക? വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇംപീച്ച്മെന്റ് എന്നാ വിളിക്കുക. കാരണം ഈ ഇംപീച്ച്മെന്റ് നമ്മൾ ആർക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ? പ്രസിഡന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുമ്പോൾ നമ്മൾ എന്ത് മാത്രമേ പറയുള്ളൂ? റിമൂവൽ എന്നുള്ളൊരു ടേം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഉപയോഗിക്കാറുള്ളൂ. ക്ലിയർ? അപ്പൊ ഇതാണ് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുള്ളത് നമുക്ക് നോക്കാറുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ന്യൂസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഗവർണർ. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നിലവില് റീസെന്റ് ദ യൂണിയൻ ഗവൺമെന്റ് നെയ്മഡ് 26th RBI ഗവർണർ. RBIയുടെ 26ാമത്തെ ഗവർണറെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. അതായത് നിങ്ങൾ കണ്ടുപിടിക്കണം ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് 26ാമത്തെ ഗവർണർ എന്നുള്ള പേരിൽ, അല്ലെ? ഇപ്പൊ നമുക്കറിയാം തൊട്ട് മുമ്പത്തെ ഗവർണർ എന്ന് വിളിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശക്തികാന്ത് ദാസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നിലവിൽ പുതുതായി വന്നിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്നുള്ള എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ ഹോംവർക്ക്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക ഏത് ആക്ടിന്റെ അണ്ടറിൽ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അണ്ടറിലാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ RBI ഗവർണർ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. നമുക്കറിയാം ഈ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ഏത് ആക്ടിന്റെ കീഴിൽ തന്നെയാണ്? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കീഴിൽ തന്നെയാണ്. ഏകദേശം 5 കോടി ഇനിഷ്യൽ ക്യാപിറ്റലോട് കൂടിയാണ് ആര് നിലവിൽ വരുന്നത്, റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ഇനി ഇതിന്റെ പ്രോസസ് എന്താണ്? ഫൈനാൻഷ്യൽ സെക്ടർ റെഗുലേറ്ററി അപ്പോയിന്റ്മെന്റ് സെർച്ച് കമ്മിറ്റി consisting cabinet secretary, current RBI governor, financial services secretary and 2 independent members shortlist candidates. അതായത് ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ കാൻഡിഡേറ്റ്സിന്റെ പേരെന്ത് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റാം. അതുപോലെ തന്നെ ഫൈനൽ അപ്പോയിന്റ്മെന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിന്റെ ഈ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ hold the office for term not exceeding 5 years as per the central government may fix while appointing. ഏകദേശം 5 വർഷമാണ്. 5 വർഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. ആൻഡ് റീ അപ്പോയിന്റ്മെന്റ് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എക്സ് എന്ന് പറഞ്ഞ വ്യക്തി RBI ഗവർണർ ആയി എന്ന് വെക്കാം. അടുത്ത വട്ടം വേണമെങ്കിൽ ഈ സെയിം പേഴ്സണെ തന്നെ വീണ്ടും അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, അതാണ് എന്ത് എന്ന് പറയുന്നത്, എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ തന്നെ വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്നത് ഏതിന്റെ പ്രത്യേകതയാണ്? ഈ RBI ഗവർണർ ഓഫീസിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? ദ ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA ഹോസ്റ്റഡ് ദ ഗ്ലോബൽ കോൺഫറൻസ് ഓൺ എനർജി ആൻഡ് AI. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട ചില സ്ട്രാറ്റജിയൊക്കെ നോക്കാം. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ? പാരീസ്, ഫ്രാൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1973 ഓയിൽ ക്രൈസിസിനെ തുടർന്ന് 1974 എന്ത് ചെയ്യുന്നത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊമോട്ട് എനർജി സെക്യൂരിറ്റി എമംഗ് ദ മെമ്പർ കൺട്രീസ് ആൻഡ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ എനർജി പോളിസീസ് ആണ്. അതായത് എന്ത് ചെയ്യാം, ഈ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള എനർജി സെക്യൂരിറ്റി ഒക്കെ ഉയർത്തുക, സസ്റ്റൈനബിൾ എനർജി പോളിസീസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഏതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, IEAയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇനി ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 മെമ്പർ കൺട്രീസ്, 13 അസോസിയേഷൻ കൺട്രീസ് ആണ് ഇവിടെ കാണാൻ പറ്റുക, IEAയിൽ കാണാൻ പറ്റുക. ശ്രദ്ധിക്കുക, ഇതിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസോസിയേറ്റ് കൺട്രിയാണ്. ഏത് വർഷം മുതൽ? 2014 മുതൽ. ആൻഡ് 4 ആസഷൻ കൺട്രീസും ഉണ്ട്. ഇനി ഇവർ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വേൾഡ് എനർജി ഔട്ട്ലുക്ക്, ഗ്ലോബൽ EV ഔട്ട്ലുക്ക് ആരാണ് പുറത്തുവിടുന്നത്? IEA ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തുവിടുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് അമൃത് ഗ്യാൻ കോഷ് പോർട്ടൽ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? The Amrit Gyan Kosh portal on IGOT platform jointly developed by Capacity Building Commission and Karma Yogi Bharat Launch. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്,
അമൃത് ഗ്യാൻ കോഷ് പോർട്ടൽ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഇതിന്റെ പർപ്പസ് എന്താണ് പറയുന്നത്, capacity building. Commission aims to empower the educators and enhance the quality of public administration training across India. അതായത് അക്രോസ് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, ഈ ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, എഡ്യൂക്കേറ്റേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ദിസ് കോംപ്രഹെൻസീവ് റെസ്പോസിറ്ററി curtails best practices from across India, aligning with 15 of the 17 sustainable development goals. അല്ലെ, നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന് ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അതിൽ 15ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണിത്. ഗോളിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് ഇറ്റ് എൻകംപാസസ് ഡൈവേഴ്സ് പോളിസി തീംസ് സച്ച് ആസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഡിജിറ്റൽ ഗവേണൻസ്. ഇതിനൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനമായിട്ടും 13-12-2024 മുതൽ 15-12-2024 വരെ എന്ത് ചെയ്യാനുള്ള നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.